ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട കോടതി തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നടക്കട്ടെ. ഇന്നലെ ഈ ദേവസ്വം വിജിലൻസ് തുറന്ന് ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളി പരിശോധിച്ചായിരുന്നു. എന്തോ ഇന്നലെ ദേവസ്വം വിജിലൻസ് സ്ട്രോങ് റൂം തുറന്ന് സ്വർണ്ണപ്പാളി പരിശോധിച്ചിരുന്നു ആയിരിക്കും. കാരണം അവർ ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് ഈ അന്വേഷണത്തിലാണല്ലോ. അത് ഇന്നലെ തുറന്നോ മെനഞ്ഞാൽ തുറന്നോ എന്ന് എനിക്കറിയില്ല. അവർ കൃത്യമായ അന്വേഷണം നടത്തിയാണല്ലോ SP ഇന്നലെ റിപ്പോർട്ട് കൊടുത്തത്. തുറന്നിട്ടുണ്ടാവാം. ഈ 2019 വീഴ്ച വരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കോടതി കൊടുത്തല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡിൽ അത് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് എന്താണോ നടപടി അത് ഞങ്ങൾ എടുക്കും. തർക്കമൊന്നുമില്ല. ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം നടന്നതിന്റെ ഭാഗമായി ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് ഉന്നതനായാലും ഒരു കാരണവശാലും ബോർഡ് സംരക്ഷിക്കില്ല, ഈ സർക്കാരും സംരക്ഷിക്കില്ല. ഇന്നലെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം SP പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതെന്താണോ ഞങ്ങൾ ചെയ്യേണ്ടത് ആ നടപടികൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ബോർഡിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ നടപടികളുണ്ടാവും. ഈ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടാകുമോ? അതെനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാമല്ലോ. അയാളാണല്ലോ നിങ്ങളുമായിട്ട് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവസാനമായിട്ടൊരു എന്റെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സാധനങ്ങളില്ലാന്ന് നിങ്ങളോടാണ് അതിന് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഉണ്ടോ ഇല്ലെന്നൊക്കെ. പിന്നെ ഉണ്ടോ ഇല്ലെന്നൊക്കെ കൃത്യമായി വരുമല്ലോ. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയതാരാ? അയാളല്ലേ. ഇപ്പൊ അയാളല്ലേ കുടി വീണിരിക്കുന്നത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറയുകയാണ്. ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ലെന്ന് തന്നെ ബോധ്യപ്പെട്ടത്. നിങ്ങളാരും അല്ലല്ലോ തെളിയിച്ചത്. ഞങ്ങളുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അല്ലേ അത് അന്വേഷിച്ച് തെളിയിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് കൂടെ രാജിവെക്കുന്നത് അത് പ്രദേശത്തോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾ അതാണ് പറയുന്നത്. എന്തിനാണ് വിരുദ്ധ? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻ ഭരണസമിതിയോ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവരുടെ പ്രശ്നം. നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കിട്ടിയാലല്ലേ അവർക്ക് അത്രയൊരു ഹാപ്പി ഉള്ളൂ. അത് സ്വാഭാവികമാണ്. പിന്നെ സ്വാഭാവികമായും അവർക്ക് ആവശ്യപ്പെടാനുള്ള ബാധ്യതയുണ്ടല്ലോ. നിലവിലുള്ള ഒരു ഭരണസമിതിയോടും നിലവിലുള്ള ബോർഡിനോടും ഒക്കെ ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ എന്താ അതിൽ പറഞ്ഞത്? ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ചുമ്മാ കള്ളക്കളി കളിക്കുകയല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടു. ഏത് ഏജൻസി വേണമെങ്കിലും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അതനുസരിച്ചാണ് കോടതി നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് തന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. H. വെങ്കടേഷ് IPS അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നല്ല ടീമിനാണ് തന്നിരിക്കുന്നത്. ആ ടീമിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥങ്ങൾ എടുത്തു നോക്കും. നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല ടീമാണ്. ആ ടീം വരട്ടെ, അന്വേഷിക്കട്ടെ.